സപ്പോട്ട കുടുംബത്തിലെ പുതിയൊരാളെയാണ് കേട്ടോ പരിചയപ്പെടുന്നത്. പേര് മാമി സപ്പോട്ട. തോല് നല്ല തവിട്ട് നിറത്തിലുള്ളത് തന്നെയാണ് കേട്ടോ. മൃദുവാണ്. ഇതിൻ്റെ പൾപ്പ് വന്നിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? നല്ല ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറം, അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറം എന്ന് പറയാം. നല്ല മാംസളമാണ് ഇതിൻ്റെ അകം. നല്ല മധുരപ്പെട്ടിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. നേരിട്ട് തിന്നുകയോ നമുക്ക് ജ്യൂസുകളും സ്മൂത്തികളോ ഐസ്ക്രീമോ ഒക്കെ ഉണ്ടാക്കുകയോ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ വിറ്റാമിൻ സി, വിറ്റാമിൻ എ, പൊട്ടാസ്യം എന്നിവയൊക്കെ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഫലം. സൂപ്പർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേരാണ് മാമി സപ്പോട്ട. സപ്പോട്ട കുടുംബത്തിലെ പുതിയൊരു അംഗമാണ്. അങ്ങ് പുറത്തുനിന്നാണ് കേട്ടോ ഇതിൻ്റെ വരവ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലും മെക്സിക്കോയിലും ഒക്കെയാണ് ഇത് കൂടുതലായി ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അത്ര സൂപ്പറായിരിക്കുന്നല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? ഹായ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. അതെ, ഏത് പുളിപ്പും മധുരമാക്കുന്ന മിറാക്കിൾ ഫ്രൂട്ട്, മാജിക് ഫ്രൂട്ട് എന്നൊക്കെ പറയാം. അടിപൊളിയാണ്. ഇതിങ്ങനെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മൾ നാരങ്ങയോ എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരമായിട്ട് തോന്നും. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. ചെറുതിലേ തന്നെ കായ്ച്ചു തുടങ്ങുന്നതാണ്. നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും, തറയിലും വെച്ച് വളർത്താൻ പറ്റും. ചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിന് മുന്നിൽ ഒരു അടിപൊളി ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്കിത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, നല്ല സ്റ്റൈലനായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ചുവന്ന കളറിൽ കുഞ്ഞു 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 ഫ്രൂട്ടായിട്ട് പിടിക്കുന്നത്. കഴിക്കാനും കാണാനും അലങ്കാരത്തിനും ഒക്കെ നല്ല രസമായിട്ട് നിൽക്കുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഹായ്, ഈ വിദേശ പഴം ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് ലിപ്പോട്ട് ഫ്രൂട്ട്. അതെ, ഏതാണ്ട് 2 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കുന്നതാണ്. നമ്മുടെ ക്ലൈമറ്റിൽ ഇത് നന്നായിട്ട് കൈബലം തരുന്നതാണ്. വീഞ്ഞുണ്ടാക്കാൻ ബെസ്റ്റാണ്. അത് മാത്രമല്ല, മിഠായി, കമ്പൗണ്ട്, ജെല്ലി, ജാം, അച്ചാറുകൾ, ഫ്രൂട്ട് പൈ ഇവയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിപൊളി തൈകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാണ്. അത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്കിത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഈ തൈയുടെ സൈസ് ഈ ഒരു സൈസിനുള്ള തൈകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഇതിൻ്റെ പഴത്തിൽ ഉയർന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. രക്താതിമർദ്ദം, പ്രമേഹം, ഡയബറ്റിക്സ് ഇതിനൊക്കെയുള്ള മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി ഫ്രൂട്ടാണ്. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റ് വന്നോ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഹായ്, അടിപൊളി ലില്ലി പില്ലി പ്ലാന്റ്സിൻ്റെ തൈകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ ഒരു സ്വീറ്റ് ആൻഡ് ടാൻജി ടേസ്റ്റാണ്. അടിപൊളിയാണ്. നമുക്ക് ചട്ടിക്കുള്ളിലും തറയിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ശരിക്കും ഒരു ചെറുമരമായിട്ടൊക്കെ വളരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അടിപൊളിയാണ്. കാഴ്ചയ്ക്ക് ഭയങ്കര ഭംഗിയാണ്. അതുപോലെ തന്നെ കിളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ്. ജെല്ലി, ജാമ്, സ്കോഷ്, അങ്ങനെ പല 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 സാധനങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമായിട്ട് നിൽക്കുന്നത്. അടിപൊളിയല്ലേ ഈ ഫ്രൂട്ട് പ്ലാന്റ് കാണാൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ അടിപൊളി തൈകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാണ്, ഔട്ട്ലെറ്റിൽ റെഡിയാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നാലും നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന സൈസിനുള്ള തൈകളാണ് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഓക്കേ.